എടി, ഈ രാത്രി വല്ല ബാലയ്ക്കും പോകുന്നുണ്ടോ? കൊള്ളാവോ അത് പറ. മുത്തശ്ശിയെ പോലെയുണ്ട്. അത് പിന്നെ മുത്തശ്ശിയുടെ സാരി എടുത്ത മുത്തശ്ശി പോലെയല്ലേ തോന്നുക? മുത്തശ്ശിയുടെ സാരിയോ? അതെ, മുത്തശ്ശിയുടെ കല്യാണ സാരിയാ. എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഞാനിത് ഉടുത്ത് കാണണമെന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞു. ആമി മോളെ, നീ ഇത് ഉടുത്ത അപ്സരസിനെ പോലെ ഇരിക്കുന്ന മുത്തശ്ശി പറഞ്ഞു. അത് നിന്റെ മുത്തശ്ശി അപ്സരസിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും പിടിക്കത്തില്ലല്ലോ. മോഡേൺ ഡ്രസ്സിലെ താല്പര്യം എന്ന് ഞാൻ പറഞ്ഞോ? എടോ, ഏത് വേഷമാണെങ്കിലും അവനവന് ചേരുന്നത് ഇട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആഹാ, എന്നുവെച്ചാ എനിക്കിത് ചേരുന്നില്ലെന്ന്. ഷെടാ, എന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്താ, ചേരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ പോരെ? ചേരുന്നുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. ഇങ്ങനെ ആർക്കാനും വേണ്ടിയാണോ പറയുന്നത്? പിന്നെ അങ്ങനെ പറയണം. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന്, മോളെ ആമി, നിനക്കിത് നന്നായി ചേരുന്നുണ്ട്. ഇപ്പൊ ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ സുന്ദരി നീയാണ് എന്ന് വേണ്ടേ പറയാൻ? എന്റെ ദൈവമേ, ഇത്രയും വലിയ നുണയൊക്കെ പറയണോ? അതൊരു പോലീസുകാരനായി ഞാൻ. ഇത് വലിയ കഷ്ടം കേട്ടോ. വാ, കെട്ടിപ്പിടിക്ക്. ശരി, വാ. ഇനി ഉമ്മതാ. മതിയാ? ഇനി പറ. മോളെ ആമി, ഇത് നിനക്ക് വളരെ നന്നായി ചേരുന്നു. ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ സുന്ദരി നീയാ. പോരെ? മതി. വാ, ഇറങ്ങ. എങ്ങോട്ട്? ബാലജിയുടെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഈ നേരത്തോ? ഒന്ന് പോടി. അയാള് കടയടച്ച് വീട്ടിൽ പോയി 10 ഉറക്കം കഴിഞ്ഞാണ്. ദത്തേട്ടാ, അത് വിളിച്ചു പറഞ്ഞ പോരെ? അയാൾ ഒന്ന് തുറന്ന് എടുത്തു തരില്ലേ? ഒരു SP പറഞ്ഞ അയാൾ അനുസരിക്കും. എന്റെ ആമി, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുവോ? ഇത്രയും മൊബൈലും ടാബും ഒക്കെ കയ്യിലുള്ളപ്പോ ആരെങ്കിലും അതിന് മെനക്കെടുവോ? വിവരമുള്ളവര് മെനക്കെടും. ഏത് മൊബൈലിൽ എടുത്താലും സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന സുഖം കിട്ടില്ല. എന്റെ ആമി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയാ? ആമി കാലത്തിനൊപ്പം സഞ്ചരിച്ചേ? എനിക്കങ്ങനെ സഞ്ചരിക്കണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ തൽക്കാലം നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങും. നീ ആദ്യം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിട്ട് വന്നേ. ചെല്. എന്തിനാ വെറുതെ ഉടച്ചു കളയുന്നേ? മുത്തശ്ശിയുടെ വക പാരമ്പര്യ സമ്മാനമല്ലേ? അപ്പോ ഫോട്ടോ? അതും നമ്മുടെ കുഞ്ഞൊക്കെ വന്നിട്ട് നമ്മൾ 3 പേരും കൂടെ പോയി എടുക്കും. എന്താ പോരെ? ഇപ്പൊ നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ ഒരു ടെസ്റ്റ് ഒക്കെ വേണ്ടേ? എന്നാൽ എന്റെ മോള് വേഗം ചെന്ന് ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ. ചെല്. ദേത്തേട്ടനെ കിടക്കാൻ മുട്ടുവാ. ഇടി, കെട്ടിപ്പിടിച്ചടക്കം മുട്ടുവാണെന്ന്. ആണോ? ഇപ്പൊ വരാം. അയ്യോ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? പണ്ട് ഇത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ.